നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട പൗർണമിയാണ്. ഇന്ന് പൗർണമിക്ക് ശേഷം ജീവിതത്തിൽ ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട്. വരാഹിദേവിയുടെ കടാക്ഷത്താൽ, സാക്ഷാൽ ചന്ദ്രദേവന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ രാജയോഗം, ശുക്രദശ ആരംഭിച്ച ഈ രണ്ട് യോഗങ്ങൾക്കും തുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് മുൻതൂക്കം ഉണ്ടാകുന്ന സമയമാണ്. കച്ചവടങ്ങളിൽ വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഈ സമയം ലാഭം കൈവശമെത്തും. ഉദ്യോഗത്തിൽ സമാധാനം പുലർത്തുവാൻ സാധിക്കുന്ന വന്നു ചേരുന്നതായ സമയമാണ്. സഹപ്രവർത്തകരുടെ പിന്തുണ പ്രതീക്ഷിക്കാം. അധ്വാനം അല്പം വർദ്ധിക്കുന്നതാകുന്നു. എന്നാൽ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ വന്നു ചേരാം. ബന്ധങ്ങളുടെ ദാർഢ്യം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല കാര്യങ്ങളും വന്നു ചേരാം. പിണങ്ങിയിരിക്കുന്ന വ്യക്തികളെ തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. തൊഴിൽ രംഗത്ത് വളർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വളർച്ചയിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ലാഭം അല്പം പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അല്പം ജോലിഭാരം വർദ്ധിക്കുന്നതായ സമയമാണ്. എന്നിരുന്നാലും പുതിയ പദവികൾ, സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അഭിമുഖം തുടങ്ങിയ കാര്യങ്ങളിൽ വിജയിക്കുവാൻ സാധ്യത കൂടുതലാണ്. പല പിണക്കങ്ങളും പരിഹരിക്കപ്പെടുവാൻ സാധിക്കുന്നതായ സമയം. മംഗളകർമ്മങ്ങളിൽ, ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. പല വിധത്തിലുള്ള യാത്രകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക എന്ന കാര്യമാണ്. ഭാഗ്യം തുണയ്ക്കും. തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ്. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ്. കർമ്മരംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമായി മാറും. മേലുദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പല രീതിയിലുള്ള പ്രയാസങ്ങൾക്ക് അയവ് വന്നു ചേരുന്ന സമയം തന്നെയാകുന്നു. എന്നിരുന്നാലും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഈ സമയം കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. കുടുംബ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കുവാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സ്വൈര്യം പുലരുന്നതായ സമയമാണ്. മകന്റെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കളുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. കൂടാതെ ഈ സമയം വീട് പണിക്ക് അനുകൂലമാണ്. വീട് പണി പുരോഗമിക്കുകയോ അല്ലെങ്കിൽ നിർത്തിയിട്ട വീട് പണി വീണ്ടും ആരംഭിക്കുവാൻ സാധിക്കുകയോ അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് എത്തുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ ജീവിതത്തിൽ നടക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. വിശിഷ്ടമായ പല വ്യക്തികളെയും ഈ സമയം പരിചയപ്പെടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ആലസ്യം അകലുന്നതായ അവസരം കൂടിയാണ് ഇത്. ജോലിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. എന്നിരുന്നാലും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. പണം ശരിയായ രീതിയിൽ ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഈ സമയം ഏറ്റവും ശുഭകരം തന്നെയാണ്. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യ നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം. ഈ സമയം ബുധന് നീചസ്ഥിതി കൂടി വരുന്നത്
ഏറ്റവും ശുഭകരമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കുക. ഉത്കണ്ഠകൾ അവസാനിക്കുന്ന സമയമാണ്. പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കും. പുതിയ കരാറുകൾ, ബിസിനസ് കരാറുകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ അല്ലെങ്കിൽ ഒപ്പ് ഇടുവാൻ സാധിക്കുന്ന അവസരമാണ് ഇത്. അതായത് പുതിയ കരാറുകൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അതുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതൽ തന്നെയാണ്. ഈ സമയം പല രീതിയിലുള്ള ചുമതലകൾ നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കും. ഈ സമയത്ത് നിങ്ങൾ പിന്തുണയ്ക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് തന്നെ ഈ സമയം ശത്രുക്കളുടെ മേൽ വിജയം നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും മറ്റുള്ളവരിൽ നിന്നും അംഗീകാരങ്ങൾ തേടിയെത്തും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് ഈ സമയം എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. പല രീതിയിലാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുക. നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും തന്മൂലം നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം. ഈ സമയം ജോലി സംബന്ധമായി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ്. നിക്ഷേപങ്ങൾക്ക് അനുകൂലമാണ് ഈ സമയം. അതിനാൽ തന്നെ നിക്ഷേപങ്ങളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാവുന്ന ഒരു സമയമാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം ശത്രുക്കൾക്ക് മേൽ വിജയം നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരാം. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരികയും ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ചില വിശിഷ്ടമായ വ്യക്തികളെ പരിചയപ്പെടുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അതും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നേട്ടങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. നക്ഷത്രനാഥനായ ബുധൻ 6ാം ഇടത്തേക്ക് നീങ്ങുകയാൽ പല രീതിയിലുള്ള എതിർപ്പുകളെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പഠനത്തിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ബുദ്ധിപരമായി നിങ്ങൾ പല കാര്യങ്ങളിലും വിജയിക്കുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാതെ തന്നെ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പോവുക. കാരണം ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ വന്നു ചേരും. ഈ സമയം ഭാഗ്യം കൂടി തുണയ്ക്കുന്നതിനാൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വിജയിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും ധനപരമായ സഹായം ലഭിക്കുന്നതായ സമയമാണ്. കർമ്മമേഖലയിൽ ഉണർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നേട്ടങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം ലഭിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. സാമ്പത്തികപരമായ ഞെരുക്കങ്ങളുണ്ട് എങ്കിൽ പോലും അതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അയവുണ്ടാകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. നേതൃത്വ പദവി പോലും ലഭിക്കുന്നതായ സമയമാണ്. കുടുംബ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സുഹൃത്തുക്കൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും. അതേപോലെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധയോടെ പ്രവർത്തിച്ചില്ല എങ്കിൽ മനക്ലേശങ്ങളും നഷ്ടങ്ങളും സംഭവിക്കാം. ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികളിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായും തൊഴിൽപരമായും ഏറ്റവും ശുഭകരമായ സമയമാണ്. ഈ സമയം നിങ്ങളുടെ ഇച്ഛാശക്തിയും കർമ്മശക്തിയും വളരെ അനുകൂലമായി മാറും. ഈ സമയം നിങ്ങൾക്ക് നിലപാടുകൾ
സ്വയം ശരിയായ രീതിയിൽ എടുക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കും. മറ്റുള്ളവരെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. ഊഹക്കച്ചവടത്തിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുന്നത് കലാപരമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കാണ്. കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ബിസിനസ് പരമായും കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിൽ മേഖലയിൽ അല്പം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. തൊഴിൽ മേഖലയിൽ ഉയരുവാൻ സാധിക്കും. ഈ സമയം പുതിയ തൊഴിൽ ലഭിക്കുവാനും വിദ്യയിൽ ഉയർച്ച നേടുവാനും സാധിക്കുന്നതായ അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, മുൻപ് പലതവണ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ട് പോയിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ അത്തരം കാര്യങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം പ്രയത്നിക്കേണ്ടതായി വരും എങ്കിൽ പോലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കച്ചവട രംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ ഈ സമയത്ത് പുതിയ രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും. അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ച വന്നു ചേരും. വീട്, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം വിഭിന്നമായ അഭിപ്രായങ്ങൾ കുടുംബത്തിൽ വന്ന് ചേരും എങ്കിൽ പോലും തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില യാത്രകൾക്ക് അത് കുടുംബവുമായാണ് എങ്കിൽ പോലും സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ധനപരമായ പ്രശ്നങ്ങൾക്ക് അല്പം അയവ് വന്നു ചേരും. ശ്രദ്ധയോടെ പ്രവർത്തിക്കുക. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച്, അത് എല്ലാ നക്ഷത്രക്കാരും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. വരാഹി ദേവിയെ ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്.